നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവം വെള്ളത്തിൽ അമീബിക് സാന്നിധ്യമാകാമെന്ന് പ്രാഥമിക നിഗമനം. കൂടുതൽ കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് BJP പ്രവർത്തകർ നടത്തിയ ഉപരോധ സമരത്തിൽ സംഘർഷം. സംസ്ഥാനത്ത് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ. ജൂൺ 10 മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. റോഡ് പണികളിലെ അപാകതയിൽ കരാറുകാർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം നൽകി പുന്നിയൂർ പഞ്ചായത്ത് അധികൃതർ. വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുവാനും നിർമ്മാണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടെങ്കിൽ കരാറുകാർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുവാനും തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകാൻ ഭരണസമിതി. പത്തൊൻപതാമത് CCTV വിദ്യാഭ്യാസ പുരസ്കാരത്തിന് അപേക്ഷ സമർപ്പിക്കാൻ ഇനി ഒരു ദിവസം കൂടി മാത്രം. SSLC+2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ സ്വന്തമാക്കിയ CCTV വരിക്കാരുടെ മക്കൾക്ക് പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. അപേക്ഷാ സമർപ്പണം ജൂൺ 10 ചൊവ്വാഴ്ച വൈകിട്ട് വരെ. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവം വെള്ളത്തിൽ അമീബിക് സാന്നിധ്യമാകാമെന്ന് പ്രാഥമിക നിഗമനം. അതേസമയം ഞായറാഴ്ച രാത്രിയിലും തിങ്കളാഴ്ചയുമായി കൂടുതൽ കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരു വിദ്യാർത്ഥിയുടെ സ്റ്റൂൾ പരിശോധനയിലാണ് അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. അമീബയുടെ വ്യാപനമറിയാൻ ചികിത്സ തേടിയ കുട്ടികളുടെ ക്ലസ്റ്റർ പരിശോധിക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. ഈ സാഹചര്യത്തിൽ സ്കൂളിലെ കിണറിൽ നിന്നും കുടിവെള്ള ടാങ്കുകളിൽ നിന്നും പരിശോധനയ്ക്കായി വെള്ളത്തിന്റെ സാമ്പിൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ശേഖരിച്ചു. ഇതിനുശേഷം കിണർ സൂപ്പർ ക്ലോറിനേഷൻ നടത്തുകയും സ്കൂൾ കോമ്പൗണ്ടും ക്ലാസ് മുറികളും ടോയ്ലറ്റുകളും ആരോഗ്യ പ്രവർത്തകരും എരുമപ്പെട്ടി പഞ്ചായത്ത് ഹരിതകർമ്മസേനയും ചേർന്ന് ശുചീകരിക്കുകയും ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി ആളൂർ, ഹെൽത്ത് സൂപ്പർവൈസർ VJ ജോബി, MK സുരേഷ് ബാബു, പഞ്ചായത്ത് VO ജസ്റ്റിൻ സെബാസ്റ്റ്യൻ, ഹരിതകർമ്മസേന സെക്രട്ടറി ബിനീഷ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സൂരജ് എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായ സാഹചര്യത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സംയുക്ത യോഗം ചേർന്നു. പരിശോധനയും ശുചീകരണവും ഊർജിതമാക്കുവാൻ യോഗം തീരുമാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാലിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 54 കുട്ടികളാണ് ചികിത്സ തേടിയിരുന്നത്. എന്നാൽ ഞായറാഴ്ച രാത്രിയിലും തിങ്കളാഴ്ചയുമായി 10ലധികം കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ശാരീരികാവശത അനുഭവപ്പെടുന്ന പല കുട്ടികളും വീടുകളിലും ചികിത്സയിൽ കഴിയുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഒരു കുട്ടിയുടെ സ്റ്റൂൾ പരിശോധനയിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയതായി എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി യോഗത്തിൽ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ പരിശോധനയും ശുചീകരണവും ഊർജിതമാക്കാൻ തീരുമാനിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ രോഹിത് നന്ദകുമാർ KAS, കുന്നംകുളം AEO A മൊയ്തീൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി ആളൂർ, ഹെൽത്ത് സൂപ്പർവൈസർ VJ ജോബി, എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് മെമ്പർമാരായ MM സലീം, ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ്, മെമ്പർമാരായ MK ജോസ്, MC ഐജു, പ്രധാനാധ്യാപിക KA സുജിനി, സ്കൂൾ സമിതി ഭാരവാഹികളായ PT സുശാന്ത്, AU മനാഫ്, VK ജയലക്ഷ്മി തുടങ്ങിയവരും പഞ്ചായത്ത് മെമ്പർമാരും പങ്കെടുത്തു. യോഗത്തിനുശേഷം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ രോഹിത് നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യ പ്രവർത്തകരും ചേർന്ന് സ്കൂൾ പരിസരവും ഭക്ഷ്യവസ്തുക്കളും പരിശോധിച്ചു. മുൻകരുതൽ നിലയിൽ സ്കൂൾ മുഴുവനായിട്ട് ശുചീകരിക്കാനും വെള്ളം എല്ലാം സൂപ്പർ ക്ലോറിനേറ്റ് പഞ്ചായത്ത് നേതൃത്വത്തിൽ ക്ലീൻ ചെയ്ത് ഹരിതകർമ്മസേന സ്കൂൾ പരിസരങ്ങൾ മുഴുവനായി വൃത്തിയാക്കിക്കൊണ്ട് മുൻകരുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കൃത്യമായ കാരണം എന്തെന്നുള്ളത് നമുക്ക് ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എല്ലാവിധ നടപടികളും സ്വീകരിക്കാൻ സംയുക്ത യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ആശങ്കകൾക്കുള്ള ഒരു സ്ഥാനമില്ല. നമ്മളെല്ലാം മുൻകരുതൽ എടുക്കുന്നുണ്ട്. ചികിത്സയിലുള്ള എല്ലാ കുട്ടികളും നിലവിൽ ആരോഗ്യത്തിൽ സ്റ്റേബിളാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വളരെ ചുരുക്കം കുട്ടികൾക്കാണ് ആശുപത്രിയിൽ ചികിത്സ കിടക്കേണ്ടി വന്നത്. ബാക്കി എല്ലാ കുട്ടികളും ഉണ്ട്. ആശുപത്രിയിലുള്ള കുട്ടികളും സ്റ്റേബിളായിട്ട് തന്നെ തുടരുന്നുണ്ട്. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ പരിഭ്രാന്തരാവേണ്ട യാതൊരു അവസ്ഥയും നിലവിലില്ല. വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടും സംഭവം മറച്ചുവെക്കാൻ CPM-ഉം കോൺഗ്രസും ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചും BJP പ്രവർത്തകർ സ്കൂളിൽ ഉപരോധ സമരം നടത്തി.
തിങ്കളാഴ്ച സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാലിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം നടക്കുന്നതിനിടയിലാണ് ബി.ജെ.പി. നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തിയത്. CPM കോൺഗ്രസ് നേതാക്കളെ മാത്രമാണ് യോഗത്തിൽ പങ്കെടുപ്പിച്ചതെന്നും സ്കൂളിന്റെ വീഴ്ച മറച്ചുവെക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ബി.ജെ.പി. പ്രതിനിധികളെ യോഗത്തിൽ പങ്കെടുപ്പിക്കാതിരുന്നതെന്നും നേതാക്കൾ അറിയിച്ചു. തുടർന്ന് പ്രതിഷേധത്തിന്റെ ഭാഗമായി സ്കൂൾ കവാടം ഉപരോധിച്ചു. യോഗത്തിനെത്തിയ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തു പോകാൻ കഴിയാത്ത സാഹചര്യമായി. എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ വഴങ്ങിയില്ല. തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. അറസ്റ്റിനിടയിൽ പോലീസും നേതാക്കളും തമ്മിൽ ഉന്തും തള്ളും നടന്നത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്നത് പൊതുജനങ്ങളോട് വിശദീകരിക്കണമെന്നും ചികിത്സ തേടിയ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ധനസഹായം നൽകണമെന്നും ബി.ജെ.പി. നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇ. ചന്ദ്രൻ, വിഷ്ണു അമ്പാടി, രാജേഷ് കുട്ടഞ്ചേരി, അഭിലാഷ് കടങ്ങോട്, ധനീഷ് വെള്ളറക്കാട്, അഖിൽ, സുഭാഷ് ചന്ദ്രൻ, സുരേന്ദ്രൻ വെള്ളറക്കാട് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ഭക്ഷ്യവിഷബാധയുണ്ടായ സംഭവം പഞ്ചായത്ത് സ്കൂൾ അധികൃതരുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ചും സമരം ചെയ്ത ബി.ജെ.പി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധിച്ച് ബി.ജെ.പി. എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രകടനം നടത്തി. കടങ്ങോട് റോഡ് സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം സ്കൂളിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പൊതുയോഗം ബി.ജെ.പി. തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി വി.എം. സുരേന്ദ്രൻ അധ്യക്ഷനായി. സംസ്ഥാന കൗൺസിൽ അംഗം ഇ. ചന്ദ്രൻ, ജില്ലാ സെക്രട്ടറിമാരായ വി.സി. ഷാജി, നിത്യസാഗർ, രാജേഷ് കുട്ടഞ്ചേരി, സുഭാഷ് ഷാദൂർ, വിഷ്ണു അമ്പാടി, അഭിലാഷ് കടങ്ങോട് തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങൾ കണ്ട കാഴ്ച ഇപ്പോൾ അവിടെ കിണറുകൾ ശുചീകരിക്കുന്നു, ടാങ്കുകൾ ശുചീകരിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പലതും മറച്ചു വെക്കുവാൻ തന്നെയാണ് ഇവർ രണ്ടു കൂട്ടരും രഹസ്യമായിട്ട് യോഗങ്ങൾ ചേരുന്നത് എന്നുള്ളത് വ്യക്തമാവുകയാണ്. കാരണം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. പക്ഷെ ഗവൺമെന്റ് ആവുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് തന്നെയാവണം ഇതിലെ ഈ ഒരു വിഷയം ഇത്രയ്ക്കും വലിയതാവാൻ കാരണം. മറ്റു വാർത്തകൾ. സംസ്ഥാനത്ത് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ ജൂൺ 10 മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ് മത്സ്യബന്ധനത്തിന് ഈ കാലയളവിൽ അനുമതി. തോണിയിലും ഇൻബോർഡ് വള്ളത്തിലും മീൻപിടുത്തം നടത്തുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന സമയത്ത് രാത്രികാലങ്ങളിൽ കടലിൽ പോകാം. അതേസമയം ഇരട്ടവള്ളങ്ങൾ ഉപയോഗിച്ചുള്ള മീൻപിടുത്തം നിരോധിച്ചു. വലിയ വള്ളങ്ങൾക്കൊപ്പം ഉപയോഗിക്കുന്ന കാരിയർ വള്ളങ്ങൾ കൊണ്ടുപോകുന്നതിലും നിയന്ത്രണമുണ്ട്. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചു. നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ട്രോളിംഗ് നിരോധനം മൂലം തൊഴിൽ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ വിതരണം ചെയ്യും. തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധനയാനങ്ങളിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും പീലിംഗ് തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ നൽകാൻ സർക്കാർ ഉത്തരവിട്ടിരുന്നു. കേരള തീരം വിടണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ഇതര സംസ്ഥാന മത്സ്യബന്ധന ബോട്ടുകൾ സംസ്ഥാനത്തുനിന്ന് മടങ്ങി. ഇതുറപ്പാക്കാൻ കടലിൽ പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ കടലിൽ മറിഞ്ഞതിനു ശേഷം മത്സ്യബന്ധന മേഖല വലിയ പ്രതിസന്ധിയിലാണ്. ഇതിനു പിന്നാലെ ട്രോളിംഗ് നിരോധനം കൂടി വരുന്നതോടെ ജീവിത സാഹചര്യം വലിയ ബുദ്ധിമുട്ടിലാകുമെന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. റോഡ് പണികളിലെ അപാകതയിൽ കരാറുകാർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം നൽകി പുന്നിയൂർ പഞ്ചായത്ത് അധികൃതർ. പഞ്ചായത്തിലെ ആക്കിപ്പറമ്പ് ഒറ്റൈനി റോഡും AH മൊയ്തുട്ടി സാഹിബ് റോഡും നിർമ്മാണം നടത്തി ദിവസങ്ങൾക്കകം കേടുപാടുകൾ സംഭവിച്ച സാഹചര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുവാനും നിർമ്മാണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടെങ്കിൽ കരാറുകാർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുവാനും
തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകാനാണ് ഭരണസമിതി യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചത്. കരാറുകാരെ കൊണ്ട് വീണ്ടും പ്രവൃത്തി ചെയ്യിപ്പിക്കുവാൻ പുന്നയൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറോട് ആവശ്യപ്പെടുവാനും തീരുമാനമായി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ വിശ്വനാഥൻ മാസ്റ്ററും പഞ്ചായത്ത് അംഗം രജനി ടീച്ചറുമാണ് ഭരണസമിതി യോഗത്തിൽ വിഷയം ഉന്നയിച്ചത്. കരൾ പകുത്തു നൽകാൻ മകനുണ്ട്. ശസ്ത്രക്രിയയ്ക്കായി പ്രശാന്ത് കുമാറിനെ സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിച്ച് ചികിത്സാ സഹായ സമിതി രംഗത്ത്. പോർക്കുളം പഞ്ചായത്തിലെ കൊങ്ങണ്ണൂരിൽ താമസിക്കുന്ന കല്ലായിൽ മാധവൻ മകൻ പ്രശാന്ത് കുമാറിനാണ് ഗുരുതരമായ കരൾ രോഗം ബാധിച്ച് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായിട്ടുള്ളത്. പ്രശാന്തിന് കരൾ നൽകാൻ മകൻ തയ്യാറാണ്. ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ 45 ലക്ഷം രൂപ അടിയന്തരമായി സമാഹരിക്കേണ്ടതുണ്ട്. കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലുമായി കഴിഞ്ഞ 30 വർഷമായി ഡ്രൈവറായി ജോലി ചെയ്തു വരുന്ന പ്രശാന്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് ഇത്രയും വലിയ തുക സമാഹരിക്കുക എന്നത് അപ്രാപ്യമാണ്. ഇതേ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. SBI, യൂണിയൻ ബാങ്കുകളിൽ അക്കൗണ്ടുകളും തുടങ്ങിയിട്ടുണ്ട്. പ്രശാന്ത് ചികിത്സാ സഹായ സമിതിക്കു വേണ്ടി മേഖലയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും കൈകോർത്ത് പ്രവർത്തിച്ചു വരുന്നതായി വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത ചികിത്സാ സഹായ സമിതി കൺവീനർ CG രഘുനാഥ്, ട്രഷറർ KA ജ്യോതിഷ്, KV വിഗീഷ്, പ്രശാന്തിന്റെ മകൻ വിവേക് പ്രസാദ് എന്നിവർ അറിയിച്ചു. വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ 3 സെന്റ് സ്ഥലത്ത് ഒരു ചെറിയ വീടാണുള്ളത്. ഇപ്പോൾ സാമ്പത്തികമായി ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ഇതിന്റെ ഭാഗമായിട്ട് പോർക്കുളത്തുള്ള മുഴുവൻ സുമനസ്സുകളുടെയും ഒരു കൂട്ടായ്മ ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട്. 51 അംഗങ്ങൾ വരുന്ന ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമകൃഷ്ണനാണ് അതിന്റെ ചെയർമാൻ. തുടങ്ങിയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ, എല്ലാ ക്ലബ്ബുകളുടെയും പ്രതിനിധികൾ തുടങ്ങിയ പ്രദേശത്തെ പ്രമുഖരായിട്ടുള്ള മുഴുവൻ ആളുകളും അംഗങ്ങളായിട്ടുള്ള ഒരു സമിതി രൂപീകരിക്കപ്പെടുന്നുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നല്ല സഹായം ലഭിച്ചാൽ മാത്രമേ ഈ സംഖ്യ നമുക്ക് കൈവരും. സംഖ്യ വന്നാലേ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുമെന്ന നിലയിലാണ് ഇപ്പോഴുള്ളത്. വെള്ളക്കെട്ട് മൂലം പാറൻപാടം കമ്പിപ്പാലത്തെ കലുങ്ക് നിർമ്മാണം പൂർത്തിയായില്ല. നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യം ഉയരുന്നു. കൊങ്ങണൂർ ഭാഗത്തുനിന്ന് ഒഴുകിവരുന്ന മഴവെള്ളം ആശാരിത്തോട്ടിലേക്ക് ഒഴുക്കിവിടാനാണ് പാറേമ്പാടത്ത് കലുങ്ക് നിർമ്മിക്കുന്നത്. എന്നാൽ നിർമ്മാണം തുടങ്ങിയെങ്കിലും മഴ പെയ്തതോടെ പൂർത്തിയാക്കാനായില്ല. മഴ മാറിയെങ്കിലും പൈപ്പ് പൊട്ടിയ വെള്ളം ഒഴുകിയെത്തുന്നതാണ് ഇപ്പോഴത്തെ വെള്ളക്കെട്ടിന് കാരണം. കൊങ്ങണൂർ റോഡിലാണ് ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയത്. പൈപ്പ് പൊട്ടി ആഴ്ചകൾ പിന്നിട്ടെങ്കിലും അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. ഇതോടെ വെള്ളമൊഴുകി കലുങ്ക് നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്കാണ് എത്തുന്നത്. വെള്ളം പാഴാകുന്നതോടൊപ്പം നിർമ്മാണത്തിനും തടസ്സമാവുകയാണ്. സംസ്ഥാനപാതയിൽ കൊങ്ങണൂരിൽ ആദ്യഘട്ട മെറ്റൽ വിരിക്കൽ പുരോഗമിക്കുകയാണ്. ഈ ഭാഗത്ത് പൊടിശല്യവും രൂക്ഷമാണ്. പാറേമ്പാടത്ത് പൈപ്പിടുന്ന പണികളും അവസാന ഘട്ടത്തിലാണ്. സംസ്ഥാനപാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ കുന്നംകുളത്തുനിന്ന് അക്കിക്കാവിലേക്ക് പോകുന്ന വാഹനങ്ങൾ പഴഞ്ഞി വഴിയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. സംസ്ഥാനപാതയിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ വാഹനഗതാഗതം സുഗമമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. 19ാമത് CCTV വിദ്യാഭ്യാസ പുരസ്കാരത്തിന് അപേക്ഷ സമർപ്പിക്കാൻ ഇനി ഒരു ദിവസം കൂടി മാത്രം. SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ സ്വന്തമാക്കിയ CCTV വരിക്കാരുടെ മക്കൾക്ക് പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. +2 പരീക്ഷയിൽ 80% മാർക്ക് നേടിയ CCTV വരിക്കാരായ BPL കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഒറ്റത്തവണയായി നൽകുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പിനായും അപേക്ഷിക്കാം. ജൂൺ 10-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് വരെ അപേക്ഷകൾ സ്വീകരിക്കും. പുരസ്കാര ജേതാക്കളെ ജൂൺ 21-ന് നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി അനുമോദിക്കും. അപേക്ഷാ ഫോമിനായി കേബിൾ TV ഓപ്പറേറ്ററെ വിളിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04885 211 511, മറ്റൊരു നമ്പർ 89 43 35 14 00. നമ്പർ ആവർത്തിക്കാം 04885 211 511, മൊബൈൽ നമ്പർ 89 43 35 14 00. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ അന്തോണീസിന്റെ 26ാം മൂട്ടുതിരുനാളിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. കൈക്കാരന്മാരായ ആൻഡോ എൽ പുത്തൂർ, ജിഷോ എസ് പുത്തൂർ, ബാബു ആന്റണി ചിരിയങ്കണ്ടത്ത്, കൺവീനർ സാൻഡോ പീറ്റർ, VP ജോളി എന്നിവർ നേതൃത്വം നൽകി. ജൂൺ 13 വെള്ളിയാഴ്ചയാണ് ഊട്ടുതിരുനാൾ ആഘോഷം. വൈകിട്ട് 6-ന് വിശുദ്ധ കുർബാന, തുടർന്ന് ലതീഞ്ഞ്, നൊവേന, പ്രദക്ഷിണം, വിശുദ്ധന്റെ തിരുശേഷിപ്പ് വണക്കം എന്നിവ ഉണ്ടാകും. തുടർന്ന് ഊട്ടുസദ്യയും ഒരുക്കിയിട്ടുണ്ട്. കുന്നംകുളം നഗരത്തിൽ ഏറെ തിരക്കുള്ള പട്ടാമ്പി റോഡിന് അഭിമുഖമായി ഏറെക്കാലമായി ഉപയോഗശൂന്യമായി അപകടാവസ്ഥയിൽ കിടക്കുന്ന കെട്ടിടം പൊളിച്ചു മാറ്റുവാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതി നൽകി. തൃശൂർ സ്വദേശി ചുങ്കത്ത് പരേതനായ സ്റ്റാൻലി മകൻ ജോസഫ് സ്റ്റാൻലി ചുങ്കത്തിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ഈ കെട്ടിടം. കുറച്ചുനാളുകൾക്ക് മുൻപ് കെട്ടിടത്തിന്റെ മുൻവശം പൊളിഞ്ഞു വീഴുകയും വഴിയാത്രക്കാർക്ക് അപകട ഭീഷണി ഉണ്ടാവുകയും ചെയ്തപ്പോൾ നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം
കെട്ടിടത്തിന്റെ മുൻവശം മാത്രം പൊളിച്ചു മാറ്റിയിരുന്നു. നിലവിൽ കെട്ടിടം പൂർണ്ണമായും അപകടാവസ്ഥയിലാണ്. തൊട്ടടുത്ത കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന കൂറ്റൻ പരസ്യ ബോർഡ് കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിൽ ഈ കെട്ടിടത്തിന്റെ മുകളിലേക്ക് വീഴുകയും ഭാരമേറിയ ഇരുമ്പ് ഫ്രെയിമുകൾ ഉൾപ്പെടെയുള്ളവ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ കഴിഞ്ഞ 2 ദിവസത്തെ പൊതു അവധി ദിനങ്ങളിൽ പരസ്യ ബോർഡ് സ്ഥാപിച്ച സ്വകാര്യ കമ്പനിയുടെ ജീവനക്കാർ അപകടാവസ്ഥയിലുള്ള കെട്ടിടത്തിന്റെ മുകളിൽ കയറി നീക്കം ചെയ്തിരുന്നു. മേൽക്കൂര പൂർണ്ണമായും ഇല്ലാത്ത അവസ്ഥയിലുള്ള കെട്ടിടത്തിന്റെ ഏറെ കാലപ്പഴക്കമുള്ള ചുമരുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കനത്ത മഴയിൽ വെള്ളമിറങ്ങി കുതിർന്ന നിലയിലാണ്. ഇതിനു മുകളിൽ നിന്നാണ് സ്വകാര്യ പരസ്യ ബോർഡ് കമ്പനിയുടെ തൊഴിലാളികൾ പണിയെടുത്തിരുന്നത്. അപകടാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് കെട്ടിട ഉടമയ്ക്ക് നഗരസഭ നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്നാൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഗൗരവകരമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. കെട്ടിടം പൊളിച്ചുമാറ്റാൻ ഉടമ തയ്യാറാകാത്ത സാഹചര്യത്തിൽ നഗരസഭ നേരിട്ട് കെട്ടിടം പൊളിച്ചുമാറ്റി ഉടമയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന് ലബീബ് ഹസൻ ആവശ്യപ്പെട്ടു. കുന്നംകുളം പട്ടാമ്പി റോഡിലുള്ള കെട്ടിടം അപകടാവസ്ഥയിലായിട്ട് ദീർഘകാലമായി. വർഷങ്ങൾക്ക് മുമ്പ് നഗരസഭയിൽ നിന്ന് കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം കണ്ടെത്തിയതിനെ തുടർന്ന് ഉടമയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളതാണ് കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടികളും ഉടമ കൈക്കൊള്ളുന്നില്ല എന്നുള്ള പക്ഷം നഗരസഭയ്ക്ക് അത് പൊളിച്ചു മാറ്റാനുള്ള നിയമപരമായ സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് അപകടകരമായ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനൊക്കെ നിയമപരമായ സാധ്യതകളുണ്ട്. അത് നഗരസഭ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ആക്ഷേപം. ഒരു അപകടം ഉണ്ടാകുന്നത് വരെ കാത്തു നിൽക്കാതെ അപകടം വരുന്നതിന് മുമ്പ്, കനത്ത മഴയ്ക്ക് മുമ്പ് ഈ കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള നടപടികൾ എടുക്കണം എന്നുള്ളതാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. മറ്റ് നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ കളക്ടർക്ക് പുറമെ നഗരസഭാ ചെയർപേഴ്സൺ, തഹസിൽദാർ, നഗരസഭാ സെക്രട്ടറി എന്നിവർക്കും വിഷയത്തിന്റെ ഗൗരവം വ്യക്തമാക്കി നിവേദനം നൽകിയിട്ടുണ്ട്. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുക്കൽ സമയത്ത് കെട്ടിട ഉടമയെ സഹായിക്കുന്നതിനാണ് അപകടാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചുമാറ്റാൻ നഗരസഭയ്ക്ക് അധികാരങ്ങളുണ്ടായിട്ടും അതിന് തയ്യാറാകാത്തതെന്ന് പരാതിക്കാരൻ കുറ്റപ്പെടുത്തി. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ഗുരുവായൂർ കുന്നംകുളം മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ KPCC മുൻ അധ്യക്ഷനും KPGD രക്ഷാധികാരിയുമായ തെന്നല ബാലകൃഷ്ണന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം ചേർന്നു. യോഗം KPGD ജില്ലാ വൈസ് ചെയർമാൻ VK ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബാലൻ വാർനാട്ട് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. അഖിലസ് നായർ, രേണുക മേനോൻ, ശശിധരൻ വൈലത്തൂർ, VM രാജേഷ്, ശൈലജ വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടപ്പടി സെന്റ് ലാസ്റ്റേഴ്സ് ദേവാലയത്തിൽ ചുങ്കത്ത് പാറേക്കാട്ട് വർദ്ധച്ചന്റെ 111ാം ശ്രാദ്ധാചരണത്തിന്റെ ഭാഗമായി കോട്ടപ്പടി പ്രവാസി കൂട്ടായ്മ UAE ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം സംഘടിപ്പിച്ചു. 1 ലക്ഷം രൂപ ചെലവഴിച്ച് 200ഓളം കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകിയത്. ജോസ് മാളിയമാവ്, ആന്റണി മാറോക്കി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. C രാജൻ ടോണി, KL ലെൻസ്, റിൻസ് സണ്ണി, ജോൺസൺ ഒളക്കെങ്കിൽ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ KK കേശവേട്ടന്റെ ചരമവാർഷികാചരണം സംഘടിപ്പിച്ചു. ദീർഘകാലം വായനശാലയുടെ പ്രസിഡന്റും കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമായിരുന്ന കേശവേട്ടന്റെ 14ാം ചരമവാർഷികം അനുസ്മരണ സമ്മേളനം, സ്മാരക പ്രഭാഷണം, ഡോക്യുമെന്ററി പ്രദർശനം തുടങ്ങിയ വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. വായനശാല അങ്കണത്തിലെ KK കേശവേട്ടൻ സ്മൃതി മണ്ഡപത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ സാംസ്കാരിക രംഗത്തെ വർത്തമാന കടമകൾ എന്ന വിഷയത്തിൽ സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ സ്മാരക പ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് ബാലകൃഷ്ണൻ നരിയമ്പുള്ളി അധ്യക്ഷനായി. കണ്ടാണശ്ശേരി പ്രദേശത്തെ വിമുക്ത ഭടന്മാരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷീബ ചന്ദ്രൻ, വായനശാല സെക്രട്ടറി VD ബിജു, VV സത്യൻ, KD സന്ദീപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കേശവേട്ടൻ കണ്ടാണശ്ശേരിയുടെ ഹൃദയരേഖ എന്ന ഡോക്യുമെന്ററിയുടെ വീഡിയോ പ്രദർശനവും നടന്നു. പ്രഥമ ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർമാനും രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗത്തെ പ്രമുഖ വ്യക്തിത്വവുമായിരുന്ന വീട്ടിഗിരി ഗോപാലകൃഷ്ണന്റെ 21ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ജൂൺ 27-ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഗുരുവായൂർ നഗരസഭ പരിധിയിലെ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കും. നഗരസഭ 12 മുതൽ 19 വരെയുള്ള വാർഡുകൾ 22, 23, 25, 26, 27, 28, 29, 31 എന്നീ വാർഡുകളിലെ താമസക്കാരായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം.
അർഹരായ വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റ്, ഫോട്ടോ എന്നിവ സഹിതം ജൂൺ 20-നകം 94 47 35 19 93 മറ്റൊരു നമ്പർ 94 46 23 85 47 എന്നീ വാട്സപ്പ് നമ്പറുകളിലേക്ക് അപേക്ഷകൾ അയക്കണം. CBSE 10, CBSE 12 ക്ലാസ് വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. നെല്ല് നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും നെൽവില നൽകാതെ സർക്കാർ കർഷകരെ ദ്രോഹിക്കുകയാണെന്ന് ആരോപിച്ച് കാട്ടകമ്പാൽ കർഷക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. NM റഫീഖ് അധ്യക്ഷത വഹിച്ചു. AV ജനാർദ്ദനൻ, PK പരമേശ്വരൻ, KA അസീസ്, KK രവി, KV അബൂബക്കർ, KK ഇക്ബാൽ, വിജയൻ കപ്പളേങ്ങാട്, NK മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞിമാർ ബസേലിയസ് സ്കൂളിൽ ബക്രീദ് ആഘോഷം ഇശൽ നിലാവ് 2025 സംഘടിപ്പിച്ചു. മാപ്പിളപ്പാട്ടും ദഫ്മുട്ടും മൈലാഞ്ചി അണിഞ്ഞ കൈകളുമായി മൊഞ്ചത്തികൾ ഒപ്പന കളിച്ചും ബക്രീദ് ആഘോഷത്തിന് മാറ്റേകി. മെഹന്തി ഫെസ്റ്റ് കുട്ടികൾ പരസ്പരം ആശംസകൾ നേർന്നും മധുരപലഹാരങ്ങൾ പങ്കുവച്ചും ബക്രീദ് ആഘോഷം അവിസ്മരണീയമാക്കി. രുചിയൂറും ബക്രീദ് സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ഹെഡ്മാസ്റ്റർ G. ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി ഫെമി വർഗീസ്, നിസ വർഗീസ്, സരുൺ K. സൈമൺ, VA റഹ്മത്ത് എന്നിവർ നേതൃത്വം നൽകി. പുരോഗമന കലാസാഹിത്യ സംഘം കുന്നുകുളം സൗത്ത് യൂണിറ്റ് കൺവെൻഷൻ പൊറക്കളങ്ങാട് വായനശാലയിൽ നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. പുകാസ കുന്നുകുളം മേഖലാ സെക്രട്ടറി സുഭാഷ് P. തങ്കൻ, മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിമ്മി ബിനോയ്, CPM കുന്നുകുളം സൗത്ത് ലോക്കൽ സെക്രട്ടറി CK ലിജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഡോക്ടർ ജിജി പോൾ സ്വാഗതവും TU രാജീവ് നന്ദിയും പറഞ്ഞു. കൺവെൻഷനിൽ പ്രസിഡന്റായി സിന്ധു ഭദ്ര, സെക്രട്ടറി TU രാജീവ്, ട്രഷറർ EA രാധാകൃഷ്ണൻ എന്നിവരടങ്ങിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. SSLC +2 ഉൾപ്പെടെ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. പഠനോപകരണ വിതരണവും അനുബന്ധ പരിപാടികളും ഉണ്ടായിരുന്നു. വിശദാംശങ്ങളിലേക്ക്. ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര ഭഗവതി ക്ഷേത്രം ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ അനുമോദന ചടങ്ങ് ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് മനോജ് മേധാനത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കുടുംബശ്രീയുടെ അരങ്ങ് കലോത്സവത്തിൽ സംസ്ഥാനതലത്തിൽ കവിതാരചന മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ മനീഷ മുകേഷ് ലാൽ, ജില്ലാ മത്സരത്തിൽ ഏറ്റവും നല്ല നടിയായി തെരഞ്ഞെടുത്ത ശകുന്തള പ്രേമൻ, ഇന്തോ നേപ്പാൾ ഇന്റർനാഷണൽ യോഗ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ ആദിദേവ്, ലുലു എറണാകുളത്ത് വെച്ച് നടന്ന കുട്ടികളുടെ മ്യൂസിക് റിയാലിറ്റി ഷോയിൽ 1ാം സ്ഥാനം നേടിയ ശ്രീകാന്ത് എന്നിവരെ ആദരിച്ചു. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയ് മുഖ്യപ്രഭാഷണം നടത്തി. രതീഷ് വരവൂർ മുഖ്യാതിഥിയായി. ദീപ ബാബു, ദീപ ബാബുരാജ്, കൃഷ്ണേന്ദു സുന്ദർ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി KS പ്രദീപ് സ്വാഗതവും രക്ഷാധികാരി KV രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് മയക്കുമരുന്നിനെതിരെ രതീഷ് വരവൂരിന്റെ ഏകാഭിനയവും ഉണ്ടായി. വടക്കേക്കാട് ICA ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കിയ മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുന്നതിനായി റെസിലിയൻസ് 25 പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ICA പ്രസിഡന്റ് OM മുഹമ്മദ് അലി ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഹസൻ തെക്കേപ്പാട്ടയിൽ അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി കൺവീനർ KV അബ്ദു മുഖ്യപ്രഭാഷണം നടത്തി. സീനിയർ വൈസ് പ്രസിഡന്റ് കോട്ടയിൽ കുഞ്ഞുമോൻ ഹാജി, വൈസ് പ്രസിഡന്റ് കുഞ്ഞുമൊയ്തു പറയൻകാട്ടിൽ, ട്രഷറർ ഷാഫി, സെക്രട്ടറിമാരായ ജാഫർ സാദിഖ്, VM കുഞ്ഞാലു, മെമ്പർമാരായ കുഞ്ഞുമോൻ വാര്യത്ത്, ബക്കർ പുളിക്കൽ, സ്കൂൾ അലുമിനി പ്രസിഡന്റ് നിഷാദ്, പ്രോഗ്രാം കോർഡിനേറ്റർ രുക്മിയ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ O മുഹമ്മദ് അലി സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഫാത്തിമ കമാൽ നന്ദിയും പറഞ്ഞു. ആനായ്ക്കൽ റെഡ് ആൻഡ് റെഡ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരവ് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് വിദ്യാഭ്യാസ വകുപ്പ് മുൻ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. CPIM കുന്നംകുളം ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി PB ബവീഷ് അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, കൗൺസിലർ ബിനീഷ്, ക്ലബ് സെക്രട്ടറി സുർജിത് ചിരോത്ത്, പ്രസിഡന്റ് അഭിലാഷ്, ഭാരവാഹി മീനു ബവീഷ് എന്നിവർ സംസാരിച്ചു. കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ നേട്ടം കൈവരിച്ചവരെയും SSLC +2 പരീക്ഷകളിൽ വിജയം കൈവരിച്ചവരെയും യോഗത്തിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. CPM ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ബ്രദേഴ്സ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ബ്രാഞ്ചിന്റെ പരിധിയിലുള്ള SSLC +2 പരീക്ഷാ വിജയികളെ വീടുകളിലെത്തി മൊമന്റോയും പുസ്തകവും നൽകി അനുമോദിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി മോഹൻദാസ്, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം നാൻസി ആന്റണി, പാർട്ടി അംഗങ്ങളായ രാജൻ, ശോഭ അശോകൻ, പ്രമോദ്, ലിസി രാജൻ, അശോകൻ, രാജശ്രീ കണത്തെഴുത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾ നാടിന്റെ സമ്പത്താണെന്ന് K. സേതുരാമൻ IPS. ഗുരുവായൂർ MLA പ്രതിഭാസംഗമം 2025 പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഗുരുവായൂർ ടൗൺ ഹാളിൽ NK അക്ബർ MLA പ്രതിഭാസംഗമം ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും MLA പുരസ്കാരം നൽകി ആദരിച്ചു. ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജാസ്മിൻ ഷഹീർ, വിജിത സന്തോഷ്, TV സുരേന്ദ്രൻ, ബിന്ദു സുരേഷ്, നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരം 2025 സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് മെമ്പറുമായ നിഷ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് SMK തങ്ങൾ സമ്മാനദാനം നിർവഹിച്ചു. ചാലിശ്ശേരി സയൺ ഹാളിൽ നടന്ന ചടങ്ങ് SSLC +2 വിജയികളെ അനുമോദിക്കുകയും ഹരിതകർമ്മസേന, ആശാപ്രവർത്തക തുടങ്ങിയവരെ ആദരിക്കുകയും ചെയ്തു. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റും തൃത്താല നിയോജക മണ്ഡലം UDF ചെയർമാനുമായ TK സുനിൽകുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഫൈസൽ മാസ്റ്റർ, മഹിളാ കോൺഗ്രസ് ചാലിശ്ശേരി മണ്ഡലം പ്രസിഡന്റ് റുക്കിയ ഹംസ, യൂസഫ് പണിക്കവീട്ടിൽ, സേതുമംഗലത്ത് സലീം ചാലിശ്ശേരി എന്നിവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി സ്വാഗതവും റഷീദ് പണിക്കവീട്ടിൽ നന്ദിയും പറഞ്ഞു. മൂലേപ്പാട് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമവും SSLC +2 വിജയികൾക്കുള്ള അവാർഡ് ദാനവും നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് മുഖ്യാതിഥിയായി. വാർഡ് പ്രസിഡന്റ് പ്രിൻസ് കാഞ്ഞിരത്തിങ്കൽ അധ്യക്ഷനായ ചടങ്ങിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM അലി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രാവൺ മൂലേപ്പാട്, കോൺഗ്രസ് നേതാക്കളായ MS മണികണ്ഠൻ, സാംസൺ മാസ്റ്റർ, അബ്ദുൾ റഷീദ്, സോണി സക്കറിയ, പ്രഭു MC, ഗീവർ CC എന്നിവർ സംസാരിച്ചു. പെരുമ്പിലാവ് പാതാക്കര കാരുണ്യ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ SSLC +2 വിജയികളെ അനുമോദിച്ചു. എക്സിക്യൂട്ടീവ് അംഗം സജീവ് മാഷ് ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി രാധാകൃഷ്ണൻ കിഴക്കൂട്ട് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ജയൻ പാതാക്കര അധ്യക്ഷനായി. ട്രഷറർ മുഹമ്മദ് കുട്ടി, രവിനിലിയാട്ടിൽ, ചന്ദ്രൻ MD, മനോജ് നമ്പിടിയാട്ടിൽ, ഉണ്ണികൃഷ്ണൻ പാതാക്കര എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും ജോയിന്റ് സെക്രട്ടറി രതീഷ് MD നന്ദിയും പറഞ്ഞു. അക്കിക്കാവ് ആനക്കല് ചോയ്സ് ചാരിറ്റി സർക്കിൾ ആൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നടത്തിയ ചടങ്ങ് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ അഡീഷണൽ സബ് ഇൻസ്പെക്ടർ CV മധു ഉദ്ഘാടനം ചെയ്തു. മേഖലയിൽ SSLC +2 ഡിഗ്രി പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ഫാസിലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ക്ലബ്ബ് സെക്രട്ടറി ഷനു, വൈസ് പ്രസിഡന്റ് ജയൻ എന്നിവർ സംസാരിച്ചു. ASI ആയി പ്രമോഷൻ ലഭിച്ച മധുവിനെ ക്ലബ്ബ് അംഗങ്ങൾ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. തുടർന്ന് മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് മൊമെന്റോ സമ്മാനിച്ചു. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരയാനം 2025 സംഘടിപ്പിച്ചു. പോർക്കുളം പഞ്ചായത്തിൽ താമസിക്കുന്ന SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ കുട്ടികൾക്ക് PV വേണു സ്മാരക എൻഡോൺമെന്റും, +2 ഫുൾ A+ നേടിയ കുട്ടികൾക്ക് പന്തായിൽ സുകുമാരൻ വൈദ്യർ എൻഡോൺമെന്റും നൽകി. ചടങ്ങിൽ DU ആയി വിരമിച്ച അജിതകുമാരിയെ ആദരിച്ചു. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി. ചോയ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, K ജയശങ്കർ, N രാധാകൃഷ്ണൻ മാസ്റ്റർ, KB തമ്പി മാസ്റ്റർ, KA ജ്യോതിഷ്, VR അനിൽദാസ്, P പ്രവീൺ കുമാർ, K ഉണ്ണികൃഷ്ണൻ, K ശൈലജ, കവിത പ്രേമരാജ്, MK ഹരികുമാർ, KM പ്രമോദ്, അംബി കണിയൻ, അനസ് നാസർ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടക്കമ്പാൽ NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണങ്ങളുടെ വിതരണവും അനുമോദന യോഗവും നടത്തി. കരയോഗ മന്ദിരത്തിൽ നടന്ന ചടങ്ങ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് K രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് സത്യൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഗിരീഷ്, എക്സിക്യൂട്ടീവ് അംഗം ജനാർദ്ദനൻ അദിയാരത്ത്, രാജേഷ് MC എന്നിവർ സംസാരിച്ചു. ബാലസംഘം പെരുമ്പിലാവ് ആൽത്തറ സമ്മേളനവും പ്രതിഭകളെ ആദരിക്കലും നടന്നു. ആദരചടങ്ങിന്റെ ഉദ്ഘാടനം കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രനും ബാലസംഘം സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നീലകണ്ഠൻ മാസ്റ്ററും നിർവഹിച്ചു. രവി വലിയറ അധ്യക്ഷനായി. CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം KB ജയൻ, കടവല്ലൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗം K സുധീർ, CITU ഏരിയ കമ്മിറ്റി അംഗം PK നൌഷാദ് എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ കർഷക സംഘം നേതാവ് PB മധു സ്വാഗതവും CPM ആൽത്തറ ബ്രാഞ്ച് സെക്രട്ടറി VA സജീവ് നന്ദിയും പറഞ്ഞു. ബാലസംഘം യൂണിറ്റ് പ്രസിഡന്റായി ശിവരാജിനെയും സെക്രട്ടറിയായി അൻവറിനെയും കൺവീനറായി നീലകണ്ഠൻ മാസ്റ്ററെയും തെരഞ്ഞെടുത്തു. തുടർന്ന് വൃക്ഷത്തൈ നട്ടുകൊണ്ട് സമ്മേളനം പിരിഞ്ഞു. ഗുരുവായൂർ നഗരസഭ വാർഡ് 27 വാർഡ് കൗൺസിലർ VK സുജിത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ വീടുകളിലെത്തി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു.
റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നന്ദനം വില്ലയിൽ സംഘടിപ്പിച്ച പരിപാടി വി.കെ. സുജിത്തിന്റെ അധ്യക്ഷതയിൽ പൊതുപ്രവർത്തകൻ ബാലൻ വാറനാട്ട് ഉദ്ഘാടനം ചെയ്തു. നർത്തകിയും യോഗാചാര്യയും അധ്യാപികയുമായ വീണ മുരുകൻ ചടങ്ങിൽ സ്നേഹാദരം നൽകി. ഉന്നത വിജയികൾക്കും ഉപഹാര വിതരണം നടത്തി. കെ. രമേശ്, മനീഷ് നീലിമന, വിനീത, വിസ്മയ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വാർഡിലെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് വീട്ടിലെത്തി പഠനോപകരണങ്ങളും നൽകി. സ്വർണം സച്ചിദാനന്ദൻ, സുജ വി, മണികണ്ഠൻ കെ വി, ഉഷ പി എന്നിവർ നേതൃത്വം നൽകി. വെള്ളിത്തിരുത്തി ബ്ലൂംബേർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേയും കോൺവക്കേഷൻ സെറിമണിയും ആഘോഷിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ സി ബാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC അധ്യക്ഷത വഹിച്ചു. ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ് OAC, ബദാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി, സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, അധ്യാപക പ്രതിനിധി ശോഭ പത്മനാഭൻ, PTA പ്രസിഡന്റ് മുരളി വെള്ളിത്തിരുത്തി എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ച് അനുമോദിച്ചു. 12ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ കോൺവക്കേഷൻ സെറിമണിയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. കുനുമുച്ചി സെന്റ് തോമസ് UP സ്കൂളിൽ വലിയ പെരുന്നാളിന്റെ ഭാഗമായി മൈലാഞ്ചി മൊഞ്ച് നടത്തി. പ്രധാന അധ്യാപിക ബീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മൈലാഞ്ചി ഇടൽ മത്സരത്തിൽ LP UP വിഭാഗങ്ങളിൽ നിന്നുള്ള വിജയികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. കണ്ടാണശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശരത്ത്, പ്രധാന അധ്യാപിക ബീന എന്നിവർ സമ്മാനദാനം നടത്തി. അധ്യാപകർ നേതൃത്വം നൽകി. കടവല്ലൂർ പഞ്ചായത്തിലെ റോഡരികിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റിയ ശേഷം തടികൾ വഴിയരികിൽ ഉപേക്ഷിച്ചത് അപകട ഭീഷണിയാകുന്നു. രാത്രി സമയങ്ങളിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് ഭീഷണിയായി റോഡിലേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിലും കാൽനടപാതയിൽ ഉപേക്ഷിച്ച നിലയിലുമാണ് പലയിടത്തും മരത്തടികളുള്ളത്. മരങ്ങളുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഇഴജന്തുക്കൾ കാൽനടയാത്രക്കാർക്ക് ഭീഷണിയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മാസങ്ങൾക്ക് മുൻപാണ് മരങ്ങൾ മുറിച്ചത്. എന്നാൽ അവ മാറ്റുന്ന കാര്യത്തിൽ അനാസ്ഥ തുടരുകയാണ്. പൊതുസ്ഥലത്ത് ഒട്ടേറെ മരങ്ങൾ ഇനിയും അപകട ഭീഷണിയായി നിൽക്കുന്നുണ്ട്. കാറ്റ് കനക്കുമ്പോൾ ഭീതിയോടെയാണ് വഴിയരികിൽ നിൽക്കുന്നതെന്ന് നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും പറയുന്നു. സംസ്ഥാനപാതയിൽ അക്കിക്കാവ് കുന്നംകുളം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരച്ചില്ലകൾ വലിയ വാഹനങ്ങളുടെ മേൽ തട്ടുന്ന വിധത്തിൽ താഴ്ന്നു തുടങ്ങി. റോഡരികിലെ കടകൾക്കും ഭീഷണിയാണിവ. മുറിച്ചുമാറ്റിയ മരങ്ങൾ എടുത്തുമാറ്റിയും അപകട സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചുമാറ്റിയും ഭീഷണി ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുന്നൂർക്കുളം ചെറായ ഗവൺമെന്റ് UP സ്കൂൾ പ്രീ പ്രൈമറി പ്രവേശനോത്സവവും നവീകരിച്ച പ്രീ പ്രൈമറി ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനവും പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷനായി. പ്രധാന അധ്യാപകൻ KL മനോഹിത്, പഞ്ചായത്ത് അംഗങ്ങളായ ശോഭ പ്രേമൻ, ബുഷറ നൌഷാദ്, PTA പ്രസിഡന്റ് സ്നേഹ് മോഹൻ, ജയപ്രകാശ്, അങ്കിത, സ്വാഗി, സ്മിഷ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. മജീഷ്യനും മെന്റലിസ്റ്റുമായ താഹിർ അലിയുടെ മൈൻഡ് ആൻഡ് ഇലൂഷൻ ഷോയും ഉണ്ടായിരുന്നു. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടി വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, നിയമം എന്നീ വിഷയങ്ങളിൽ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. കൂടെയുണ്ട് കരുത്തേകാൻ എന്ന ശീർഷകത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ നടപ്പിലാക്കാൻ നിർദ്ദേശിച്ച വിവിധ അവബോധ പരിപാടികളുടെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. PTA പ്രസിഡന്റ് സാബു ഐനൂർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ വെങ്കിട്ടമൂർത്തി അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ലീഗൽ സർവീസ് കമ്മിറ്റി പാനൽ മെമ്പർ അഡ്വക്കേറ്റ് ബിന്ദു PK, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ വിഷ്ണു PP എന്നിവർ ക്ലാസുകൾ നയിച്ചു. സൗഹൃദ കോർഡിനേറ്റർ മിനി KK സ്വാഗതവും ഷിയ, നിഗ എന്നീ വിദ്യാർത്ഥികൾ അവലോകനവും നടത്തി. അറിയിപ്പ്. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഇംഗ്ലീഷ് തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. PSC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്കായി ജൂൺ 12 വ്യാഴാഴ്ച രാവിലെ 10:30 സ്കൂളിൽ ഹാജരാകണം. PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കും മുൻഗണന ലഭിക്കും. ഗുരുവായൂർ ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ഓർമ്മയ്ക്കായി നടത്തിവരുന്ന ഭാഗവത സപ്താഹം ഗുരുവായൂർ ക്ഷേത്രം ആധ്യാത്മിക ഹാളിൽ സമാപിച്ചു. മള്ളിയൂരിന്റെ മകനും ഭാഗവത ആചാര്യനുമായ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. മരങ്ങാട് മുരളി കൃഷ്ണൻ നമ്പൂതിരി, ശ്രീകണ്ഠേശ്വര സോമാരാർ, എരണ്ടപ്പുറത്ത് കാട് സതീശൻ നമ്പൂതിരി, മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തി കാവുപ്പറ അച്യുതൻ നമ്പൂതിരി സപ്താഹ സമർപ്പണം നിർവഹിച്ചു. മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി നടത്തി വന്നിരുന്ന സപ്താഹമാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ നടത്തുന്നത്.
സ്റ്റാർ ഗ്യാങ് വടക്കേക്കോട്ടൂരിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ക്ലബ് അംഗങ്ങളുടെ വീടുകളിൽ ഫലവൃക്ഷ തൈ വച്ചുപിടിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ടി.എം. കബീർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് ചെയർമാൻ കെ. നിഖിൽ അധ്യക്ഷനായി. ബാലവേദി ഭാരവാഹികളായ എം.എൽ. അമേയ, എം.വി. ദക്ഷൻ എന്നിവർ സംസാരിച്ചു. കമ്മിറ്റി ട്രഷറർ എം.എസ്. സുധീഷിന്റെ വീട്ടിൽ ആദ്യ തൈ നട്ടു. കമ്മിറ്റി പ്രസിഡന്റ് എം.എ. അഭിഷേക്, ക്ലബ്ബ് അംഗം എം.എം. അർജുൻ, ബാലവേദി പ്രവർത്തകരായ എം.എൽ. അമിതവ്, എം.വി. അമിക, ടി.ജെ. ദേവക്, എം.എ. അനേയ, എം.കെ. പവൻകൃഷ്ണ, ഇവാൻ അഖിൽ എന്നിവർ നേതൃത്വം നൽകി. കേച്ചേരി മമ്പൽഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ജൈവ പച്ചക്കറി തോട്ടത്തിന്റെ ഉദ്ഘാടനം ചൂണ്ടൽ കൃഷി ഓഫീസർ ഭുവന നിർവഹിച്ചു. യുവ കർഷകനായ മനാഫ് തന്റെ കൃഷി അനുഭവങ്ങൾ പങ്കുവച്ചു. വിദ്യാലയത്തിലെ പഴത്തോട്ടം സന്ദർശിച്ച ഇരുവരും വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. സ്കൂൾ മാനേജർ അഷ്റഫ് സക്കാഫി യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ലീന വിൽസൺ, HR മാനേജർ മുസ്ദിഖ് എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി KCYM ആഭിമുഖ്യത്തിൽ ചെമ്മണ്ണൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ വൃക്ഷത്തൈ നട്ടു. വികാരി ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴി തൈ നട്ട് വാരാചരണം ഉദ്ഘാടനം ചെയ്തു. KCYM പ്രസിഡന്റ് സെബിൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഫ്രാൻസിസ് മാസ്റ്റർ മുഖ്യാതിഥിയായി. KCYM ഭാരവാഹികളായ സെക്രട്ടറി ബിനോയ് ജോൺ, ട്രഷറർ അബിൻ ഫ്രാൻസിസ്, ജിൻഡോ വർഗീസ്, ഫെർഡിനാൻഡ് ജോസ് പോൾ, ജെഫ്രിൻ സേവിയർ, അമൽ ജോയ്, ജസ്പിൻ ലാസർ, ടെൽസൺ വിൻസെന്റ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അണ്ടത്തോട് തക്വ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ മെഹന്തി മത്സരവും പെരുന്നാൾ ആഘോഷവും നടന്നു. മെസ്സേജ് ഓഫ് ഈദ് പ്രോഗ്രാം പ്രിൻസിപ്പൽ അബ്ദുൽ കരീം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ ഷൈനി ടീച്ചർ ആശംസകൾ നേർന്നു. LP, UP, ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി മെഹന്തി മത്സരം നടത്തി. കൺവീനർ അമീർ PM സ്വാഗതവും റിയാസ് ഫൈസി നന്ദിയും പറഞ്ഞു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,955 രൂപ, സ്വർണം പവന് 71,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 117 രൂപ. ചർമ്മം കാട്ടാകമ്പാൽ ചിറക്കൽ മേനോത്ത് പരേതനായ ആലിയുടെ മകൻ ഷംസുദ്ദീൻ നിര്യാതനായി. 66 വയസ്സായിരുന്നു. കബറടക്കം ചിറക്കൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. റംലയാണ് ഭാര്യ. ഷാജഹാൻ, സൽമ, ഷഹന, ഷംസിയ എന്നിവർ മക്കളാണ്. വടക്കേക്കാട് മൂന്നാങ്കല്ലെ മുല്ലമംഗലത്ത് മനക്കൽ കേശവൻ നമ്പൂതിരി നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. മായന്നൂർ മുണ്ടനാട്ടുമന ഭദ്രാന്തർജനമാണ് ഭാര്യ. ലീന, ബിന്ദു, കൃഷ്ണരാജ് എന്നിവർ മക്കളാണ്. അക്കിക്കാവ് BRD റോഡിൽ ചീരൻ വീട്ടിൽ കൊച്ചുകുഞ്ഞൻ ഭാര്യ ബേബി നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം അടുപ്പുട്ടി നാഗൽ സെമിത്തേരിയിൽ നടന്നു. സ്റ്റാൻലി, സാജു, ഷീജ, ഷീന എന്നിവർ മക്കളാണ്. കൊരട്ടിക്കര എടമന പരേതനായ പ്രഭാകരന്റെ മകൻ അനിൽകുമാർ നിര്യാതനായി. 54 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി പുണ്യതീരത്ത് നടന്നു. സുഷിതയാണ് ഭാര്യ. അർച്ചന, ആതിര എന്നിവർ മക്കളാണ്. പോർക്കുളം കൊങ്ങണൂർ മേക്കാട്ടുകുളം വീട്ടിൽ വർഗീസ് എന്ന ബേബി നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 3 മണിക്ക് അയ്യമ്പറമ്പ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ബേബി ഭാര്യയും ലിബിൻ, CPM കൊങ്ങണൂർ ബ്രാഞ്ച് മുൻ സെക്രട്ടറി സിബിൻ, സുബിൻ എന്നിവർ മക്കളുമാണ്. മന്ദലാംകുന്ന് എടയൂരിന് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന പരേതനായ കൂളിയാട്ട് ആലുണ്ണി മകൻ വീട്ടിലയിൽ മുഹമ്മദ് അലി നിര്യാതനായി. 74 വയസ്സായിരുന്നു. കബറടക്കം മന്ദലാംകുന്ന് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. സുഹറയാണ് ഭാര്യ. ഫൈസൽ, ഫിറോസ്, ഷാഹിദ എന്നിവർ മക്കളാണ്. ചാട്ടുകുളം ചിറ്റഞ്ഞൂർ പരേതനായ മുളയ്ക്കൽ വേലായുധൻ ഭാര്യ തങ്കമണി നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച കാലത്ത് 10 മണിക്ക് കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ നടക്കും. പുഷ്പരാജൻ, സുരേഷ് കുമാർ, സാവിത്രി, ചന്ദ്രിക, ലതിക എന്നിവർ മക്കളാണ്. മന്ദലാംകുന്ന് കിണർ പടിഞ്ഞാറ് പരേതനായ അച്ചുവീട്ടിൽ കുഞ്ഞു മുഹമ്മദ് ഭാര്യ പിലാക്ക വീട്ടിൽ ഫാത്തിമ നിര്യാതയായി. 80 വയസ്സായിരുന്നു. കബറടക്കം ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് മന്ദലാംകുന്ന് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. അഷ്റഫ്, ഉമ്മർ അലി, ഫാത്തിമ, റംല, റുക്കിയ, പരേതനായ അബൂബക്കർ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവം വെള്ളത്തിൽ അമീബിക് സാന്നിധ്യമാകാമെന്ന് പ്രാഥമിക നിഗമനം. കൂടുതൽ കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് BJP പ്രവർത്തകർ നടത്തിയ ഉപരോധ സമരത്തിൽ സംഘർഷം. സംസ്ഥാനത്ത് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ. ജൂൺ 10 മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം.
റോഡ് പണികളിലെ അപാകതയിൽ കരാറുകാർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം നൽകി പുന്നൂർ പഞ്ചായത്ത് അധികൃതർ. വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുവാനും നിർമ്മാണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടെങ്കിൽ കരാറുകാർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാനും തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകാൻ ഭരണസമിതി തീരുമാനം. 19ാമത് CCTV വിദ്യാഭ്യാസ പുരസ്കാരത്തിന് അപേക്ഷ സമർപ്പിക്കാൻ ഇനി ഒരു ദിവസം കൂടി മാത്രം. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ സ്വന്തമാക്കിയ CCTV വരിക്കാരുടെ മക്കൾക്ക് പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. അപേക്ഷാ സമർപ്പണം ജൂൺ 10 ചൊവ്വാഴ്ച വൈകിട്ട് വരെ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.